വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിത്യ. HSST മാത്തമാറ്റിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? എല്ലാവരും പഠിക്കാൻ തുടങ്ങിയോ? കുറച്ച് പേര് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, കുറച്ച് പേര് നാളെ പഠിക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെയാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പാടില്ല, അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തന്നെ എക്സാം ഉണ്ടാകും അല്ലേ? അപ്പോൾ ഒരു മെയിൽ എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ അല്ലെങ്കിൽ പഠിക്കാൻ എന്തായാലും ഹെൽപ്പ് വേണ്ടവർ, അവർക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടോപ്പിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലെ എന്താണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ്, അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇൻ എഫ് എക്സ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ഇഫ് എഫ് ഓഫ് എക്സ് cannot be expressed as a product g of x into h of x of two polynomials g of x and h of x in f of x both of lower degree than the degree of f of x. എന്തെങ്കിലും മനസ്സിലായോ? എങ്ങനെയുള്ള പോളിനോമിയലിനാണ് നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത്? ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു പോളിനോമിയൽ, അതിനെ ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ആ പോളിനോമിയൽ എന്തല്ല? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ല. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിന് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്, ഈ ഒരു ഫോമിലാണ് വരേണ്ടത്. ഈ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും എന്തായിരിക്കണം? ഡിഗ്രി എഫ് ഓഫ് എക്സിനെക്കാട്ടിയും കുറഞ്ഞതായിരിക്കണം രണ്ടിൻ്റെതും. അതെന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ ഫാക്ടറൈസേഷൻ വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എക്സ് ക്യൂബ്, അതിൻ്റെ എക്സ് വെച്ചിട്ടുള്ള എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയലിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ കൊടുത്തതെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാത്രം ഒരു ടേം മാത്രം എടുത്ത് പറയുന്നു മാത്രം. ഓക്കെ, എക്സ് ക്യൂബ് എടുത്തു, അതിൻ്റെ ഫാക്ടറൈസേഷൻ എക്സ് ഇൻറ്റു എക്സ് ഫോമിൽ വരണമെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഒന്നിൻ്റെത് 2 ആവാം, മറ്റേതിൻ്റെ 1 ആവാം അല്ലേ? പിന്നെ എങ്ങനെയാണ് പോസിബിലിറ്റി ഉള്ളത്? 3ഉം 1 ആവാം, എക്സ് ഇൻറ്റു എക്സ് ആവാം, 3ൻ്റെയും ഡിഗ്രി 1 ആണല്ലോ. ഇങ്ങനെയൊക്കെയാണ് അവിടെ പോസിബിലിറ്റി ഉള്ളത്. അത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഡിഗ്രി ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 1, ഈ ഒരു രീതിയിലല്ല വരുന്നത്. അപ്പോൾ അതെന്തായിട്ടും ഇതിൻ്റെ ഡിഗ്രീനെക്കാട്ടിയും ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ബോത്ത് ഓഫ് ലോവർ ഡിഗ്രി ദാൻ ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഒരു പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റരുത്? cannot be expressed as the product of g of x into h of x. g of x and h of x അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പറ്റിയാൽ അത് ഇറഡ്യൂസിബിൾ അല്ല. ഓക്കെ, ഇറഡ്യൂസിബിൾ അല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയാ? റെഡ്യൂസിബിൾ എന്ന് പറയാ. ഓക്കെ, ഇറഡ്യൂസിബിൾ അല്ലാത്ത പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് പറയാ? റെഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇറഡ്യൂസിബിൾ ആണ് അങ്ങനെ പഠിക്കാതെ ഇറഡ്യൂസിബിൾ ആവുന്ന കണ്ടീഷനും നോട്ട് ഇറഡ്യൂസിബിൾ ആവുന്ന കണ്ടീഷനും അങ്ങനെ മാത്രം പഠിക്കുക. എന്നിട്ട് മനസ്സിൻ്റെ ഒരു കോണിൽ ഓർത്ത് വെക്കുക, നോട്ട് ഇറഡ്യൂസിബിൾ ആവുമ്പോഴാണ് അത് റെഡ്യൂസിബിൾ ആവുന്നെന്നുള്ളത് ഓർത്ത് വെക്കുക. നോട്ട് ഇറഡ്യൂസിബിൾ ആവുമ്പോഴാണ് അത് റെഡ്യൂസിബിൾ ആവുന്നതെന്ന് ഓർത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇത് കൺഫ്യൂഷൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നമുക്ക് ഈ ഭാഗത്ത് വരുന്ന ഏറ്റവും വലിയ അബദ്ധം അത് തന്നെയാണ്. റെഡ്യൂസിബിളും ഇറഡ്യൂസിബിളും തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇറഡ്യൂസിബിൾ ആണോ നോട്ട് ഇറഡ്യൂസിബിൾ ആണോ, അതായത് ഇറഡ്യൂസിബിൾ ആണോ ഇറഡ്യൂസിബിൾ അല്ലയോ. ആ ഇറഡ്യൂസിബിൾ അല്ല എന്നുള്ള ആൻസർ കിട്ടിയാലാണ് അതെന്താവുക? റെഡ്യൂസിബിൾ ആവുക. ഓക്കെ, ഇറഡ്യൂസിബിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, എഫ് ഓഫ് എക്സ് എപ്പോഴും ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സിന് നോട്ട് ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി റെഡ്യൂസിബിൾ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻ എഫ് എക്സ് ഈസ് എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ദാറ്റ് ഈസ് നോട്ട് ഇറഡ്യൂസിബിൾ ഓവർ ഫീൽഡ് എഫ്, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് റെഡ്യൂസിബിൾ ഓവർ എഫ്. ഒരു കാര്യം ചോദിക്കാം, ഈ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ? അത് പോളിനോമിയൽസിന്റെ കളക്ഷൻസ് ആണ് അല്ലേ? എക്സ് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. ആ കോഎഫിഷ്യൻസ് പോളിനോമിയൽസ് ആവുന്ന സമയത്ത് ആ ഓരോ ടേമിലും ഓരോ കോഎഫിഷ്യന്റ് ഉണ്ടാവുമല്ലോ, എക്സിന് കോഎഫിഷ്യന്റ് ഉണ്ടാവുമല്ലോ. ആ കോഎഫിഷ്യന്റ് എവിടുന്നാണ് എടുക്കുന്നത്? എഫ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പം ക്യൂ ഓവർ ആർ എന്ന് പറയാം.
ക്യൂ ഓവർ ആർ. ഞാനിപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 എടുത്തു. എക്സ് സ്ക്വയർ പ്ലസ് 1. ഈ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സിലുണ്ട്. ക്യൂ ഓഫ് എക്സിൽ ഉണ്ടെന്ന് പറയാം. കാരണം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. കോൺസ്റ്റന്റ് ടേമും എന്താണ് 1 ആണ്. അത് രണ്ടും റാഷണൽ നമ്പർ തന്നെയല്ലേ? അല്ലേ? എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പർ ആണല്ലോ. അപ്പോൾ അത് നമുക്ക് റാഷണൽ നമ്പർ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കളക്ഷൻ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. We know that x square minus 2 in q of x has no zeros in q. This shows that x square minus 2 is irreducible over q. എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റുക? എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയൽ ആണ്. അതിന് സീറോസ് ഇല്ല, ക്യൂയിൽ അതിന് സീറോസ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഇറെഡ്യൂസിബിൾ ആണെന്ന് പറയാം ഓവർ ക്യൂ. അതെങ്ങനെയാണ് പറയാൻ വേണ്ടി പറ്റുക? എക്സ് ഇതിനൊരു സീറോ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിന് ഒരു എ എന്ന് പറയുന്ന ഒരു സീറോ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എഫ് ഓഫ് എ ഈക്വൽ ടു സീറോ ആണ്. അതുപോലെ ഫാക്ടർ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? എ സീറോ ആണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് അവിടുത്തെ ഫാക്ടർ ആയിരിക്കും. അത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആയിരിക്കും ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലേ? ഈ ടൈപ്പ് ഫാക്ടർ എന്താണ്? ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. Okay, we know that x square minus 2 in q of x has no zeros in q. x square minus 2 ക്യൂവിൽ സീറോസ് ഇല്ല. അതിൻ്റെ അർത്ഥം എക്സ് സ്ക്വയർ മൈനസ് 2 സീറോസ് ഉണ്ടെങ്കിൽ അത് ഈക്വൽ ടു സീറോ ആയിട്ട്, അല്ലെ, സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ -2 അപ്പുറം പോകുമ്പോൾ +2 ആവും. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? √2 പ്ലസ് ഓർ മൈനസ് √2 എന്നാണ് കിട്ടുക. +√2 ആയാലും -√2 ആയാലും അതെന്തല്ല? റാഷണൽ നമ്പർ അല്ല. എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കിപ്പോൾ ഈ ഒരു പോളിനോമിയലിനെ എക്സ് സ്ക്വയർ മൈനസ് 2ന്റെ -√2ഉം +√2ഉം അതിൻ്റെ സീറോസ് ആയതുകൊണ്ട് എവിടെ സീറോ ഇല്ല എന്നാ പറയുന്നത്? ക്യൂയിൽ സീറോ ഇല്ല എന്നാ പറയുന്നത്. സീറോ ഉണ്ട്, പക്ഷെ അത് എവിടെ ഇല്ല? ക്യൂയിൽ സീറോ ഇല്ല, പക്ഷെ എവിടെയുണ്ട്? റിയൽ നമ്പേഴ്സിൽ. അതായത് ഇറാഷണൽ നമ്പർ ആണല്ലോ ഈ ഒരു സീറോ എന്ന് പറയുന്നത്. അപ്പൊ അത് റിയൽ നമ്പേഴ്സിന്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫാക്ടറൈസേഷൻ എങ്ങനെയാ വരിക? എക്സ് മൈനസ് √2 ഇൻറ്റു എക്സ് പ്ലസ് √2 എന്നാണ് വരിക. ഓക്കെ, എക്സ് മൈനസ് √2 ഇൻറ്റു എക്സ് പ്ലസ് √2. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതിന്റെ കോഎഫിഷ്യന്റ്, ഇതൊരു പോളിനോമിയലാണ്, ഇത് മറ്റൊരു പോളിനോമിയലാണ്, അല്ലേ? അതിന്റെ കോഎഫിഷ്യൻസ് നോക്കിയേ. ഇവിടെ 1 ആണ് കോഎഫിഷ്യന്റ്, ഇവിടെയോ √2, അല്ലേ? -√2ഉം +√2. √2 ആണ് അവിടുത്തെ കോഎഫിഷ്യൻസ്, കോൺസ്റ്റന്റ് ടേം വരുന്നത്. അത് ക്യൂയിലുണ്ടോ? ഓവർ ക്യൂ കിട്ടണ്ടേ നമുക്ക്? ആ ക്യൂയിലുണ്ടോ? ഇല്ല, ക്യൂയിലില്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഇറെഡ്യൂസിബിൾ ആണ്, അല്ലേ? നമുക്കിപ്പോ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റി? എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റി. എങ്കിലും ഈ എച്ച് ഓഫ് എക്സും ജി ഓഫ് എക്സും അത് ഓവർ ക്യൂ ആണോ? ക്യൂ ഓഫ് എക്സിലേതാണോ? നമുക്ക് എന്ത് കിട്ടണം? ക്യൂ ഓഫ് എക്സിലെ തന്നെ പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടണം. പക്ഷെ ഇപ്പൊ എഴുതിയിരിക്കുന്നത് ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയൽ അല്ല, ആർ ഓഫ് എക്സിലെ പോളിനോമിയൽ ആണ്. ഈ രണ്ട് പോളിനോമിയൽസും എവിടുത്തെയാണ്? ആർ ഓഫ് എക്സിലെ പോളിനോമിയൽ ആണ്, പക്ഷെ എവിടത്തെ അല്ല? ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ എക്സ് സ്ക്വയർ മൈനസ് 2നെ ക്യൂ ഓഫ് എക്സിൽ എന്തില്ല? ഇങ്ങനെ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്ന ആ ഒരു എന്താണ് സിറ്റുവേഷൻ ഇല്ല. അപ്പൊ നമുക്ക് പറയാം അത് അവിടെ ഇറെഡ്യൂസിബിൾ ആണ്. അങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ അവിടെ ക്യൂയിൽ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറയാം? അത് ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. ഓവർ ക്യൂ ആറാണെങ്കിലും മാറും. ആറാണെങ്കിൽ അവിടെ റെഡ്യൂസിബിൾ ആവും. ആറാണെങ്കിൽ റെഡ്യൂസിബിൾ ആവും, അതായത് നോട്ട് ഇറെഡ്യൂസിബിൾ ആവുന്നു പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. റെഡ്യൂസിബിൾ എന്നും നോട്ട് ഇറെഡ്യൂസിബിൾ എന്നാണ് മാച്ച് ആവുന്നത്. ഓക്കെ, അതെപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ വേണ്ടി പാടില്ല. അവിടെയാണ് ഈ ഭാഗത്ത് നമ്മുടെ കൺഫ്യൂഷൻ വരിക. ഓക്കെ, അപ്പൊ ആ ഡെഫിനേഷൻ ഒന്നും കൂടെ നോക്കിക്കോ. നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ്, അല്ലെ? അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റരുത്? എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റരുത്? ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്. ആ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും എവിടെയുള്ളതാ? സെയിം എഫ് ഓഫ് എക്സിലുള്ളതായിരിക്കണം. എഫ് ഓഫ് എക്സ്, ഈ എഫ് ഓഫ് എക്സ് എവിടെയാണോ ഉള്ളത് അത് ഈ എഫ് എക്സിലല്ലേ? അതേ എന്താണ്
അതേ ആ ഒരു കളക്ഷനിൽ തന്നെ എന്തുണ്ടാവണം, ഈ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും ഉണ്ടാവണം, അതേ എഫ് എക്സ് തന്നെ ഉണ്ടാവണം. പക്ഷേ ഇപ്പൊ പറഞ്ഞ പ്രോബ്ലത്തില്, ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളില് ഈ എക്സ് മൈനസ് റൂട്ട് 2 ആയാലും എക്സ് പ്ലസ് റൂട്ട് 2 ആയാലും അത് എവിടെ ഇല്ല, അത് ക്യൂ ഓഫ് എക്സില് സെയിം കളക്ഷനകത്ത് ഇല്ല. പക്ഷെ എവിടെയുണ്ട്, ആർ ഓഫ് എക്സിനകത്തുണ്ട്. ആർ ഓഫ് എക്സിനകത്ത് ഉള്ളത് കൊണ്ട് അത് ഇവിടെ ഇറഡ്യൂസിബിൾ ആവണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ക്യൂ ഓഫ് എക്സിനകത്ത് അതിന്റെ ഫാക്ടറൈസേഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം, ഉറപ്പിച്ച് പറയാം, ഈ തന്നിരിക്കുന്ന ഈ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണ്. എവിടെ, ഓവർ ക്യൂ, ഓവർ ആർ അല്ല, ഓവർ ക്യൂല് ഇറഡ്യൂസിബിൾ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ പറയാം. അതിന് താഴെ എന്താ പറയുന്നത്, ഹവർ എക്സ് സ്ക്വയർ മൈനസ് 2 വ്യൂഡ് ഇൻ ആർ ഓഫ് എക്സ്, ആറിലാണ് പറയുന്നതെങ്കിൽ ഈസ് നോട്ട് ഇറഡ്യൂസിബിൾ. നോട്ട് ഇറഡ്യൂസിബിൾ എന്ന് വെച്ചാൽ റെഡ്യൂസിബിൾ. ഓക്കെ, ഓവർ ആർ ബിക്കോസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഫാക്ടേഴ്സ് ഇൻ ആർ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് 2. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ഇൻ Z5 ഓഫ് എക്സ്, in Z5 of x, the polynomial f of x equal to x cube plus 3x plus 2 is irreducible over Z5. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്തിട്ടുള്ളതെന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇത് ഇറഡ്യൂസിബിൾ ആണെന്ന് പറഞ്ഞു. ഇറഡ്യൂസിബിൾ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എഫ് ഓഫ് എക്സിനെ നമുക്ക് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റില്ല. ആ ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സും ഓവർ Z5 തന്നെ ആയിരിക്കണം, അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാൻ വേണ്ടി പറ്റുന്നത്, അതിന് ആദ്യം സീറോസ് ഉണ്ടോ നോക്കാം. സീറോസ് ഉണ്ടെങ്കിലല്ലേ അവിടെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അതിന്റെ ഒരു ഫാക്ടറൈസേഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക, ട്രയൽ ചെയ്ത് നോക്കാം. 0, 1, 2, -1, -2 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോർമൽ കേസിൽ ട്രയൽസ് നോക്കുക. അത് ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും, ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ നോക്കും. ഇവിടെ Z5 ആയതുകൊണ്ട് നമുക്ക് ട്രയൽ ഏതൊക്കെയാണ് നോക്കേണ്ടത്, Z5 എലമെന്റ്സ് 0, 1, 2, 3, 4 ആണ്. ഓക്കെ, എഫ് ഓഫ് 0 കിട്ടുന്നുണ്ടോ നോക്കുക, എഫ് ഓഫ് 1 കിട്ടാൻ നോക്കുക, എഫ് ഓഫ് 2 കിട്ടുമോ നോക്കുക, എഫ് ഓഫ് 3, എഫ് ഓഫ് 4 ഒക്കെ നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ എഫ് ഓഫ് 0 ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 0 എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്ക് 2 കിട്ടും. അതുപോലെ എഫ് ഓഫ് 1 കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അതായത് എഫ് 0 നോക്കി 1 നോക്കി, അത് 1 ആണ് കിട്ടുന്നത്, 0 അല്ല. ഇനി പിന്നെന്താ നോക്കുന്നത്, ഇവിടെ എഫ് ഓഫ് 2 നോക്കിയിട്ടുണ്ട്, എന്ത് കിട്ടി, 1 ആണ് കിട്ടുന്നത്, 0 അല്ല കിട്ടുന്നത്. ഇനി നോക്കിയിട്ടുള്ളത് എന്താ, 3ഉം 4 അല്ല ഞാൻ നോക്കിയത്, എഫ് ഓഫ് -1ഉം എഫ് ഓഫ് -2ഉം. അതെന്തുകൊണ്ടാ, ഈ -1 എന്ന് പറയുന്നത് എന്താണ്, അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 1 ആണ്. 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, അതായത് 1 + -1 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 0 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഇവിടെ ഏതാ വരുന്നത്, 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 4 ആണ് ഇവിടെ Z5. ഓക്കെ, അത് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ. 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, Z5 0 കിട്ടണം. അപ്പൊ ഞാൻ നോക്കുക, 1 + 4 നോക്കുകയാണ്. 4 എന്നല്ലേ 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞത്. അപ്പൊ 1 + 4 എന്താണ്, 1 + 4 5 ആണ്. ഇവിടെ എന്താ അഡിഷൻ എന്ന് പറയുമ്പോൾ Z5 അഡിഷൻ മോഡുലോ 5 അല്ലേ. അപ്പൊ 1 + 4 5, 5 / 5 എന്താണ്, 0 ആണ് ഇവിടെ കിട്ടുക Z5. 0 എന്ന് പറയുന്നത് മനസ്സിലാക്കണേ, 5/5 വാല്യൂ എന്താണ്, 1 ആണ്. പക്ഷെ റിമൈൻഡർ എന്താണ്, റിമൈൻഡർ 0 ആണ്. ആ റിമൈൻഡേഴ്സിന്റെ കളക്ഷൻ അല്ലേ Z5 വരിക, അല്ലേ, റിമൈൻഡർ ആണ്. അപ്പോൾ 0 കിട്ടുന്നുണ്ട്. അപ്പോൾ 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 4 ആണ്. അതേപോലെ നിങ്ങൾ 2 ചെക്ക് ചെയ്ത് നോക്കിക്കോ. 2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 3 ആണ്. അതായത് 2 + 3 എന്ത് വരും, 5 എന്ന് വരും. അഡിഷൻ മോഡുലോ 5 ആണ് എടുക്കുന്നത്. അപ്പോൾ 5/5 1 ആണ്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് റിമൈൻഡർ 0 കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എഫ് ഓഫ് -1ഉം എഫ് ഓഫ് -2ഉം ചെക്ക് ചെയ്തത്. അതായത് 3ഉം 4ഉം ആണ് ചെക്ക് ചെയ്തിട്ടുള്ളത് അവിടെ. അപ്പൊ അതും 0 കിട്ടുന്നില്ല. അങ്ങനെ 0 കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഹാസ് നോ സീറോസ് ഇൻ Z5. Z5 എഫ് ഓഫ് എക്സിന് എന്തില്ല, 0 ഇല്ല എന്ന് പറയാം. ആ 0 ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ x - a എന്നുള്ള ഒരു ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യില്ല, ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല ആ ഒരു രീതിയിൽ. അപ്പോൾ എന്ത് പറയാം, ഇറഡ്യൂസിബിൾ ആണെന്ന് പറയാം. ഓവർ Z5 ആണ്. Z5 ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് സീറോസ് ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റിയത്.
ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഇറെഡ്യൂസിബിലിറ്റി ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, നമുക്ക് ഡിഫിക്കൽട്ടീസ് വരുമ്പം ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ ഇങ്ങനെയുള്ള ഇറെഡ്യൂസിബിൾ ആണോ റെഡ്യൂസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ തിയറംസ് ഉണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറാണ് എയ്സൻസ്റ്റീൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താ പറയുന്നതെന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിളും കൂടെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ലെറ്റ് പി ബിലോങ്സ് ടു സെഡ് ബി എ പ്രൈം. എന്താണ്? പി ഒരു പ്രൈം നമ്പർ ആണ്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര പ്ലസ് എ ടു പ്ലസ് എ വൺ പ്ലസ് എ നോട്ട്, അതായത് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ വൺ എക്സ് പ്ലസ് എ നോട്ട്, അതായത് ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ആണ് എഴുതിയിട്ടുള്ളത് ഇൻ സെഡ് ഓഫ് എക്സ്. ആൻഡ് എ എൻ ഡസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി. അതിൻ്റെ അർത്ഥം എന്താ? പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എൻ അല്ലേ, കോൺഗ്രുവൻസിൻ്റെ മീനിങ്. ഇനി ബട്ട് എ ഐ എന്താണ്? ഈക്വൽ ടു കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി ഫോർ ഓൾ ഐ ലെസ് ദാൻ എൻ. അതായത് പി ഡിവൈഡ്സ് എ ഐ ആണ്. ശ്രദ്ധിക്കുക, ഈ ഐ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ എൻ ആണ്. കാരണം പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? വിത്ത് എ നോട്ട് ഡസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി സ്ക്വയർ, അതായത് പി സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ്സ് എ നോട്ട്, കോൺസ്റ്റന്റ് ടേം എ നോട്ട് ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ഒരു പോളിനോമിയലിന്റെ കേസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണു അടച്ച് പറയാം എന്താണ്? ആ പോളിനോമിയൽ ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ ആയിരിക്കും എന്ന് പറയാം. അതാണ് എയ്സൻസ്റ്റീൻ ക്രൈറ്റീരിയ പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് അപ്പോൾ 3 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു പ്രൈം നമ്പർ പി എടുക്കുക. ആ പോളിനോമിയലിന്റെ കേസിൽ പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എൻ, ലീഡിംഗ് കോഎഫിഷ്യന്റ് ആണ് ആദ്യത്തെ കോഎഫിഷ്യന്റ്. ഓക്കെ, എക്സ് റേസ് ടു എന്നിന്റെ കോഎഫിഷ്യന്റ്. പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എൻ ആയിരിക്കണം. പി ഡിവൈഡ്സ് എ ഐ ആയിരിക്കണം. ഐ ലെസ് ദാൻ എൻ ആയിരിക്കണം. പി സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ്സ് എ നോട്ട്. ഇവിടെ മാറിപ്പോവരുത്, പി സ്ക്വയർ ആണ് ഡസ് നോട്ട് ഡിവൈഡ്സ് എ നോട്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സാമ്പിളൂടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ടേക്കിംഗ് പി ഈക്വൽ ടു 3, പ്രൈം നമ്പർ ആണല്ലോ, പ്രൈം നമ്പർ ആണ്. വി സി ബൈ തിയറം 23.15 എന്ന് ഉദ്ദേശിച്ചത് ഈ തിയറാണ്. ഓക്കെ, എന്താണ്? ഈ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ, ഈ ഒരു പോളിനോമിയൽ എടുത്തു. 25 എക്സ് റേസ് ടു 5 മൈനസ് 9 എക്സ് റേസ് ടു 4 മൈനസ് 3 എക്സ് സ്ക്വയർ മൈനസ് 12 ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം എയ്സൻസ്റ്റീൻസ് ക്രൈറ്റീരിയൻ ഇവിടെ ആ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പി എന്നുള്ള പ്രൈം നമ്പർ 3. നമുക്ക് 3 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എൻ ആയിരിക്കണം. പി ഡിവൈഡ്സ് എ ഐ ആയിരിക്കണം. ഐ ലെസ് ദാൻ എൻ ആയിരിക്കണം. പി സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ്സ് എ നോട്ട് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ പി 3 ആണ്. എ എൻ എന്ന് പറയുന്നത് 25 ആണ്. എ നോട്ട് എന്ന് പറയുന്നത് -12 ആണ് അല്ലേ. ഇടയിൽ വരുന്ന കോഎഫിഷ്യൻസ് -9 -3. അപ്പോൾ നമുക്ക് നോക്കാം. പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എൻ. 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 25 അല്ലേ? ആണ്. ഇനി പി ഡിവൈഡ്സ് എ ഐ ലെസ് ദാൻ എൻ എന്ന് പറയുമ്പോൾ ഈ 3 കേസ് നോക്കണം. 3 ഡിവൈഡ്സ് -9 ആണ്. 3 ഡിവൈഡ്സ് -3 ആണ്. 3 ഡിവൈഡ്സ് -12 ആണ്. അതും ട്രൂ ആയി. ഇനി അടുത്തത് പി സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ്സ് എ നോട്ട്. പി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ 9 അല്ലേ? 3 സ്ക്വയർ 9 ആണ്. അപ്പോൾ 9 ഡസ് നോട്ട് ഡിവൈഡ്സ് എ നോട്ട് എന്ന് കിട്ടണം. -12. 9 ഡസ് നോട്ട് ഡിവൈഡ്സ് -12 ആണല്ലോ. ആണ്, ട്രൂ ആണ്. അപ്പോൾ ആ 3 കേസസും ട്രൂ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്രൈറ്റീരിയൻ പ്രകാരം എന്ത് പറയാം? ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് പറയാം. ഓക്കെ, ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഒരു സർപ്രൈസ് പറയാം. നമ്മളിവിടെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഓൺലൈൻ എക്സാം. HSSTയുടെ എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ടും, അതായത് നമ്മുടെ CCയിലെ എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ടും, മാത്സ് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ അതൊരു സ്കോളർഷിപ്പ് എക്സാം ആണ്. ഈ എക്സാമിൽ ഫസ്റ്റ് റാങ്കിൽ വരുന്ന കുട്ടിക്ക് നമ്മുടെ CCയിൽ സൗജന്യമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ പഠനം മാറ്റിവെച്ചവർക്ക്, അതായത് പഠിക്കാൻ ഒരു സപ്പോർട്ട് വേണ്ടവർക്ക്, എന്നാൽ ഒരു മടിയോടുകൂടെ എന്താണ് ആ ഒരു സപ്പോർട്ട് ചോദിക്കാൻ പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതാ ഒരു സുവർണാവസരമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. നന്നായി പഠിക്കാം. നന്നായി പഠിച്ചിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. ഈ എക്സാമിൽ നിങ്ങൾ ഫസ്റ്റ് റാങ്കിലാണ് വരുന്നത് എങ്കിൽ എന്താണ് CCയിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാം. ഇതിൻ്റെ
കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്രീ ഗ്രൂപ്പിലേക്കുള്ള ആ ഒരു ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കയറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും HSSD എക്സാം എഴുതുന്നുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളും HSSD ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. ഏറ്റവും വലിയ സുവർണ അവസരമാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളായിരിക്കും അടുത്ത HSSD ടീച്ചർ. ഓക്കെ, താങ്ക് യു.